നെക്സ്റ്റ് കോംപ്ലക്സ് പ്ലെയിൻ. കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനോട് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്ലെയിനിലെ എക്സ് ആക്സിസ് റിയൽ ആക്സിസ് ആക്കിയിട്ടും കാർട്ടീഷ്യൻ പ്ലെയിനിലെ വൈ ആക്സിസ് കോംപ്ലക്സ് പ്ലെയിനിൽ ഇമാജിനറി ആക്സിസും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സ് ആക്സിസ് റിയൽ ആക്സിസും വൈ ആക്സിസ് ഇമാജിനറി ആക്സിസും. ഇനി നെക്സ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. The modulus or absolute value of a complex number z equal to x plus iy is defined as the non-negative real number root of x square plus y square and is denoted by mod z. Mod z equal to root of x square plus y square. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് മോഡ് സെഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? സെഡ് ബാർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാലോ? സെഡ് ഇൻറ്റു സെഡ് ഡോട്ട് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കിട്ടുക. സെഡ് ഇൻറ്റു സെഡ് ബാർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ നേരത്തെ മോഡ് സെഡ് എങ്ങനെ ഡിഫൈൻ ചെയ്ത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? മോഡ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ, ജോമെട്രിക്കലി നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മോഡ് സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡുലസ് ഓഫ് സെഡ് വൺ മൈനസ് സെഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് വണ്ണും സെഡ് ടുവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് സെഡ് വൺ മൈനസ് സെഡ് ടു വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇനി നെക്സ്റ്റ് നമുക്കൊരു റിമാർക്ക് നോക്കാം. വരുന്ന തിയറങ്ങളിൽ പ്രൂഫിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റിമാർക്കാണ്, അപ്പോൾ ഓർത്തിരിക്കുകയാണ് കേട്ടോ. അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കോംപ്ലക്സ് നമ്പർ സെഡ് ദർ ആർ 3 റിയൽ നമ്പേഴ്സ്, റിയൽ പാർട്ട് ഓഫ് സെഡ്, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ആൻഡ് മോഡ് സെഡ്. ദെൻ modulus of z square equal to real part of z whole square plus imaginary part of z whole square. ഇനി ഈ രണ്ട് കണ്ടീഷൻസും കൂടെ ഓർത്തിരിക്കണം. മോഡ് സെഡ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് സെഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ്. അതുപോലെ തന്നെ മോഡ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇഫ് സെഡ് വൺ ആൻഡ് സെഡ് ടു ആർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് ദെൻ സെഡ് വണ്ണും സെഡ് ടുവും കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് അത് സാറ്റിസ്ഫൈ ചെയ്യും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ അടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ വൺ, മോഡുലസ് ഓഫ് സെഡ് വൺ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് വൺ. രണ്ടാമത്തത്, മോഡുലസ് ഓഫ് സെഡ് വൺ സെഡ് ടു വിൽ ബി ഈക്വൽ ടു മോഡ് സെഡ് വൺ ഇൻറ്റു മോഡ് സെഡ് ടു. മൂന്നാമത്തെ, മോഡുലസ് ഓഫ് സെഡ് വൺ ബൈ സെഡ് ടു ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് വൺ ബൈ മോഡുലസ് ഓഫ് സെഡ് ടു. നാലാമത്തെ, മോഡുലസ് ഓഫ് സെഡ് വൺ പ്ലസ് സെഡ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് വൺ പ്ലസ് മോഡുലസ് ഓഫ് സെഡ് ടു. ഈ ഫോർത്ത് വണ്ണിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മോഡുലസ് ഓഫ് സെഡ് വൺ പ്ലസ് സെഡ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് വൺ പ്ലസ് മോഡുലസ് ഓഫ് സെഡ് ടു. ഫിഫ്ത്ത് വൺ, modulus of z1 plus z2 is greater than or equal to modulus of z1 minus modulus of z2. Sixth one, modulus of z1 minus z2 is greater than or equal to modulus of z1 minus modulus of z2. ഈ 6 പ്രോപ്പർട്ടീസും ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഓരോന്നും എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സെഡ് വണ്ണിൻ്റെ കോൺജുഗേറ്റിൻ്റെ മോഡുലസ് എന്ന് പറയുന്നതും സെഡ് വണ്ണിൻ്റെ മോഡുലസ് എന്ന് പറയുന്നതും ഈക്വലാണ്. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് സെഡ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ആയിട്ടും സെഡ് ടു എന്ന് പറയുന്നത് എക്സ് ടു പ്ലസ് ഐ വൈ ടു ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇനി മോഡുലസ് ഓഫ് സെഡ് വൺ കാൽക്കുലേറ്റ് ചെയ്യാം. മോഡുലസ് ഓഫ് സെഡ് വൺ എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ. സെഡ് വൺ കോൺജുഗേറ്റ് എന്താണ്? എക്സ് വൺ മൈനസ് ഐ വൈ വൺ. ഇനി മോഡുലസ് ഓഫ് സെഡ് വൺ കോൺജുഗേറ്റ് കാണുമ്പോഴോ റൂട്ട് ഓഫ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ വരും. അതെന്ത് തന്നെയാണ്? മോഡുലസ് ഓഫ് സെഡ് വൺ ആണ്. അതായത് സെഡ് വൺ കോൺജുഗേറ്റിൻ്റെ മോഡുലസ് എന്ന് പറയുന്നതും സെഡ് വണ്ണിൻ്റെ മോഡുലസ് എന്ന് പറയുന്നതും ഈക്വലാണ്. ഇനി നെക്സ്റ്റ് പ്രൂഫ് നോക്കാം.
മോഡുലസ് ഓഫ് Z1 Z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമ്മൾ മുമ്പ് ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രൂഫ് പോണത് ഒരു ഡിഫറെൻറ്റ് വേയിലാണ്, അപ്പോൾ അത് ഓർത്തിരിക്കണം. Z1ഉം Z2ഉം എക്സ്പാൻഡ് ചെയ്തിട്ടല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ മോഡ് ഓഫ് സെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു സെഡ് ബാർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. മോഡുലസ് ഓഫ് Z1 Z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു Z1 Z2 ഇൻറ്റു Z1 Z2 ഹോൾ ബാർ. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ Z1 Z2 ഇൻറ്റു Z1 ബാർ ഇൻറ്റു Z2 ബാർ എന്നുള്ളത് കൊടുക്കാം. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് Z1 ബാർ ഇൻറ്റു Z2 ബാർ എന്ന് കിട്ടും. Z1 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് Z1 സ്ക്വയർ ആണ്. Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് Z2 സ്ക്വയറിൻ്റെ മോഡുലസ് ആണ്. ഇനി രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മോഡുലസ് ഓഫ് Z1 Z2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2. ഇതേപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റും ചെയ്യുന്നത്. മോഡുലസ് ഓഫ് Z1 Z2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 Z2 ഇൻറ്റു Z1 Z2 ഹോൾ ബാർ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ മോഡുലസ് ഓഫ് Z1 ബൈ Z2 ഇൻറ്റു Z1 ബാർ ബൈ Z2 ബാർ കൊടുക്കാം. ന്യൂമറേറ്റർ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ കിട്ടും. ഡിനോമിനേറ്റർ ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് Z2 സ്ക്വയർ കിട്ടും. അതായത് മോഡുലസ് ഓഫ് Z1 Z2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ബൈ മോഡുലസ് ഓഫ് Z2. ഇനി ഫോർത്ത് വൺ കൺസിഡർ ചെയ്യാം. ഫോർത്ത് വണ്ണിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. പേരുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഫോർത്ത് വൺ, മോഡുലസ് ഓഫ് Z1 Z2 ഹോൾ സ്ക്വയർ. നമ്മൾ Z ഇൻറ്റു Z ബാർ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാം. Z1 പ്ലസ് Z2 ഇൻറ്റു Z1 പ്ലസ് Z2 കോൺജുഗേറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ Z1 പ്ലസ് Z2 ഇൻറ്റു Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ്. ഇനി നെക്സ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. Z1 കോൺജുഗേറ്റ് പ്ലസ് Z1 Z2 കോൺജുഗേറ്റ് പ്ലസ് Z1 കോൺജുഗേറ്റ് Z2 പ്ലസ് Z2 ഇൻറ്റു Z2 കോൺജുഗേറ്റ് which is equal to modulus of Z1 square plus Z1 Z2 square plus ഇനി മൂന്നാമത്തെ ടേമിനെ Z1 Z2 കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഹോൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 എന്നാണല്ലോ കിട്ടുക. അപ്പോൾ ആ Z1 കോൺജുഗേറ്റ് Z2നെ ഇതുപോലെ മാറ്റി എഴുതാം. Z1 Z2 കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് പ്ലസ് Z2 ഇൻറ്റു Z2 ബാർ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് Z2 സ്ക്വയർ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് ഇനി രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും നോക്കുക. Z1 Z2 ബാർ പ്ലസ് Z1 Z2 ബാർ ഹോൾ ബാർ ആണ്. നമ്മൾ ജസ്റ്റ് Z മാത്രമാണ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, Z1 വേണ്ട, Z മാത്രം നോക്കുക. Z പ്ലസ് Z കോൺജുഗേറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് Z എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് Z1 Z2 ബാർ പ്ലസ് Z1 Z2 ബാർ ഹോൾ ബാർ എന്ന് പറയുന്നത് റിയൽ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 Z2 ബാർ എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് ടേം Z2 സ്ക്വയർ തന്നെ, മോഡുലസ് Z2 സ്ക്വയർ തന്നെ എഴുതാം. ഇനി നോക്കാം സെക്കൻഡ് ടേം നോക്കാം. 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 Z2 ബാർ. നമ്മൾ നേരത്തെ ഒരു റിമാർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ പാർട്ട് ഓഫ് Z1 Z2 ബാർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 Z2 ബാർ ആണ്. അപ്പോൾ അതിവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് പ്ലസ് Z2 മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. This will be less than or equal to modulus of Z1 square plus 2 into mod Z1 into mod Z2 square plus modulus of Z2 square, which is equal to modulus of Z1 square plus 2 into mod Z1 into mod Z2. കാരണം modulus of Z2 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോഡുലസ് ഓഫ് Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. നെക്സ്റ്റ് ടൈം അതുപോലെ തന്നെ എഴുതാം, പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡ് Z1 മോഡ് Z2 പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്.
ഇനി നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2. ഇതാണ് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. ഇത് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന് മാത്രമല്ല നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് Z3 ആണ് കൺസിഡർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 പ്ലസ് മോഡുലസ് ഓഫ് Z3 എന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കാം. മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് മോഡ് Z2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മോഡുലസ് ഓഫ് Z1നെ Z2 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 മൈനസ് Z2. ഇനി ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിന് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് Z2. അത് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് മോഡുലസ് ഓഫ് Z2 ആയിരിക്കും. ഇനി ആ മോഡുലസ് ഓഫ് Z2നെ ത്രൂ ഔട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് Z2 എന്ന് കിട്ടും. അതായത് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2 എന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു റിസൾട്ടാണ്. മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് Z1 മൈനസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2 ഹോൾ കോൺജുഗേറ്റ് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ Z1 മൈനസ് Z2 ഇൻറ്റു Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ് വരും. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Z1 കോൺജുഗേറ്റ് മൈനസ് Z1 Z2 കോൺജുഗേറ്റ് മൈനസ് Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ് എന്നുള്ളത് വരും. അതായത് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് Z2 കോൺജുഗേറ്റ് പ്ലസ് ഇനി നെക്സ്റ്റിന് നമ്മളൊന്ന് മാറ്റി എഴുതി. എങ്ങനെ? Z1 Z2 കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് എഴുതി പ്ലസ് ലാസ്റ്റത്തെ ടേം മോഡുലസ് ഓഫ് Z2 സ്ക്വയർ ആണ്. അതായത് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ മൈനസ് ഇനി നമ്മൾ വേറെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് സെക്കൻഡ് തേർഡ് ടേമിനെ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z2 കോൺജുഗേറ്റ് എഴുതി പ്ലസ് ലാസ്റ്റത്തെ ടേം ഇതുപോലെ തന്നെ മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. ഇനി നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടിയാണ് റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ -2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ടേം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ -2 റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 മോഡുലസ് ഓഫ് Z1 Z2. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മൾ മുമ്പ് മുകളിലത്തെ കാര്യം നോക്കാം. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മോഡ് Z1 ഇൻറ്റു മോഡ് Z2 പ്ലസ് മോഡുലസ് ഓഫ് Z സ്ക്വയർ എന്ന് വരും. അതായത് മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് മുകളിലേക്ക് എടുക്കുന്നത്. ഇനി നമ്മൾ രണ്ട് വശത്തും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2 എന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു റിസൾട്ട് നോക്കാം. പ്രൂവ് ദാറ്റ് √2z is greater than or equal to modulus of real part of z plus modulus of imaginary part of z. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കാര്യമാണെന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് ചെയ്യുന്നത് mod x മൈനസ് mod y ഹോൾ സ്ക്വയർ എടുത്തിട്ടാണ് കേട്ടോ. mod x മൈനസ് mod y സ്ക്വയർ ചെയ്യുന്ന കാര്യം ദാറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആണല്ലോ? അതെ. ഇനി അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാം? മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു mod x mod y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും.
ഇനി ആ മൈനസിനെ ഇനിക്വാളിറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എക്സ് മോഡ് വൈ എന്നുള്ളത് കിട്ടും. മോഡുലസ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ തന്നെയാണ്, പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എക്സ് മോഡ് വൈ. ഇനി നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്താനായിട്ട് നമ്മൾ രണ്ട് സൈഡിലും മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇനി റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എക്സ് മോഡ് വൈ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ എന്നുള്ളത് കിട്ടും. റൈറ്റ് സൈഡിൽ കിടക്കുന്നത് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതിയപ്പോൾ റിസൾട്ട് നമുക്ക് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഇനി ഈ രണ്ട് സൈഡിലും റൂട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സെറ്റാണല്ലോ. അപ്പോൾ റൂട്ട് ഇവിടെ ഫുള്ളായിട്ട് റൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് സെറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ റിസൾട്ട് കിട്ടും റൂട്ട് 2z ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ അല്ലേ, അതായത് എക്സ് പ്ലസ് വൈ റിയൽ പാർട്ട് ഓഫ് സെറ്റ് പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. നമ്മളുടെ റിസൾട്ട് പ്രൂവ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു ജസ്റ്റ് ഒരു നോട്ട് നോക്കാം. സെഡ് എന്ന് പറയുന്നത് സർക്കിളും ഒരു പോയിൻ്റ് ആണ്. സെഡ് നോട്ട് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. റേഡിയസ് ആറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഈക്വൽ ടു മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സെഡ് ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ ആൻഡ് റേഡിയസ് 3, ദെൻ വാട്ട് ഈസ് എ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 ആൻഡ് ഓൺ ദ സർക്കിൾ? ഒറിജിനൽ സെൻറ്റേർഡ് ആയിട്ടുള്ള റേഡിയസ് 3 ഉള്ള സർക്കിളിൽ ഒരു പോയിൻ്റാണ് സെഡ് എങ്കിൽ ആ മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 എന്ന് പറഞ്ഞിട്ടുള്ള സർക്കിളിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്, മിനിമം വാല്യൂ എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒറിജിനലുള്ള ഒരു സർക്കിൾ റേഡിയസ് 3 ആണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? മോഡ് സെഡ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 എന്ന് പറഞ്ഞിട്ടുള്ള സർക്കിളിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാം. മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് ക്യൂബ് പ്ലസ് മോഡ് 9 ആണ്. മോഡ് സെഡ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അല്ല, അപ്പോൾ 3 ക്യൂബ് പ്ലസ് 9 എന്ന് പറയുമ്പോൾ 36 കിട്ടും. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 36 എന്ന് കിട്ടും. ഇനി വീണ്ടും മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 കൺസിഡർ ചെയ്യുക. ഇത് നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇൻഇക്വാലിറ്റി യൂസ് ചെയ്തിട്ട് മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് സെഡ് ക്യൂബ് മൈനസ് മോഡ് 9 എന്നുള്ളത് വരും. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 18 വരും. അപ്പം ഇവിടെ മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 36ഉം മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണ് കിട്ടിയത്. ഇപ്പോൾ രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് ക്യൂബ് മൈനസ് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 36 കിട്ടും. അതായത് മിനിമം വാല്യൂ 18, മാക്സിമം വാല്യൂ 36 എന്നുള്ളത് കിട്ടും. വളരെ എളുപ്പമുള്ള പ്രൂഫാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. Interpret the result geometrically and deduce that modulus of a plus root of a square minus b square plus modulus of a minus root of a square minus b square is equal to modulus of a plus b plus modulus of a minus b. നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യത്തെ പ്രൂഫ് നോക്കാം കേട്ടോ. നമുക്കിപ്പോൾ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതിനെ Z1 പ്ലസ് Z2 ഇൻറ്റു Z1 പ്ലസ് Z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് എഴുതാം. വീണ്ടും നമുക്ക് Z1 പ്ലസ് Z2 ഇൻറ്റു Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Z1 കോൺജുഗേറ്റ് പ്ലസ് Z1 Z2 കോൺജുഗേറ്റ് പ്ലസ് Z2 Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 Z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം. അതായത് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് Z1 Z2 കോൺജുഗേറ്റ് പ്ലസ് Z2 Z1 കോൺജുഗേറ്റ് പ്ലസ് മോഡുലസ് ഓഫ് Z2 ഹോൾ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് ടേം കൺസിഡർ ചെയ്യാം. മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ. അതെന്ന് പറയുന്നത് Z1 മൈനസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2 ഹോൾ കോൺജുഗേറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Z1 മൈനസ് Z2 ഇൻറ്റു Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ്.
നമ്മൾ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Z1 കോൺജുഗേറ്റ് മൈനസ് Z1 Z2 കോൺജുഗേറ്റ് മൈനസ് Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ് വരും. ഇനി നമ്മൾ Z1 കോൺജുഗേറ്റ് മോഡുലസ് ഓഫ് Z1 സ്ക്വയറും ലാസ്റ്റത്തെ ടേമിന് മോഡുലസ് ഓഫ് Z2 സ്ക്വയറെന്നും എഴുതുന്നു. ഇനി നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡും ആഡ് ചെയ്യണു, റൈറ്റ് സൈഡ് ആഡ് ചെയ്യണു. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു കുറേ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 സ്ക്വയർ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. സി എന്ന് പറയുന്ന Z2 പോയിൻറ്റ്, എ എന്ന് പറയുന്ന Z1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റാണ്. ഇനി OB എന്ന് പറയുന്നത് Z1 പ്ലസ് Z2 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ AC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ OABC എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമാണ്. പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് ആണ് ACയും OCയും. അപ്പോൾ ഡയഗണൽസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിരിക്കും കിട്ടുന്നുണ്ടാവുക. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ലെങ്ത് ഓഫ് ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം പ്ലസ് ട്വൈസ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ളത് കിട്ടും. ഇത് നമുക്ക് സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ജോമെട്രിക്കലി നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ Z1 പ്ലസ് Z2 എന്താണെന്നുള്ളത് നമ്മൾ നോക്കി, Z1 മൈനസ് Z2 എന്താണെന്നുള്ളത് നോക്കി. Z1 പ്ലസ് Z2 ഒരു ഡയഗണലും Z1 മൈനസ് Z2 നെക്സ്റ്റ് ഡയഗണലും ആണ്. നമ്മൾ Z1നെ A പ്ലസ് റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയറിനും A മൈനസ് റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയറിന് Z2 എന്ന് കൺസിഡർ ചെയ്തു. ഇനി മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് Z1 പ്ലസ് Z2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2A വരും. അപ്പം 2 മോഡുലസ് ഓഫ് 2A സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ വരും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് മോഡുലസ് ഓഫ് A സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഇനി 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 Z2 എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു മോഡുലസ് ഓഫ് A പ്ലസ് റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് A മൈനസ് റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നുള്ളത് വരും. അതിനെ നമുക്ക് ഒരൊറ്റ മോഡുലസ് ആക്കി എഴുതാം. പിന്നെ ഉള്ളിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു മോഡുലസ് ഓഫ് A സ്ക്വയർ മൈനസ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നുള്ളത് വരും. അതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു മോഡുലസ് ഓഫ് B സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ 2 ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് A സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് B സ്ക്വയർ കിട്ടുന്നു. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ലെഫ്റ്റ് സൈഡ് മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് 2 ത്രൂ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് 2 ഇൻറ്റു മോഡുലസ് ഓഫ് A സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് B സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് A പ്ലസ് B ഇൻറ്റു മോഡുലസ് ഓഫ് A മൈനസ് B എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 ഇൻറ്റു മോഡുലസ് ഓഫ് A സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് B സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് A പ്ലസ് B ഇൻറ്റു മോഡുലസ് ഓഫ് A മൈനസ് B. അതായത് ഇതിനെ നമുക്ക് 2 ഇൻറ്റു മോഡ് A സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് B സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? മോഡുലസ് ഓഫ് A പ്ലസ് B ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് A മൈനസ് B ഹോൾ സ്ക്വയർ. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ മുകളിലത്തെ ടേംസ് ആണ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിനെ മോഡുലസ് ഓഫ് A പ്ലസ് B പ്ലസ് മോഡുലസ് ഓഫ് A മൈനസ് B ഹോൾ സ്ക്വയർ എന്ന് ലാസ്റ്റ് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക. ഫൈൻഡ് ദ ലോക്കസ് ഓഫ് പോയിന്റ് സെറ്റ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻസ് മോഡുലസ് ഓഫ് Z മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് Z പ്ലസ് 1 ഈക്വൽ ടു 4.
നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെഡിൻ്റെ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. നമുക്ക് മോഡുലസ് ഓഫ് സെഡ് -1 പ്ലസ് മോഡുലസ് ഓഫ് സെഡ് പ്ലസ് 1 ഈക്വൽ ടു 4 ഉണ്ട്. നമ്മളതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ -1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 1 ഈക്വൽ ടു 4 എന്നുള്ളത് കിട്ടും. ഇനി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് -1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളത് വരും. നമ്മളതിന് സെക്കൻഡ് ടേമിനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് -1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 മൈനസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് വരും. ഇനി നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എക്സ് -1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നുള്ളത് വരും. ഇനി നമ്മൾ റൈറ്റ് സൈഡ് -b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 16 പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് വരും. അതായത് നമ്മൾ ഇതിനൊന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് -4x - 16 ഈസ് ഈക്വൽ ടു -8 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഇനി വീണ്ടും ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതായത് 2 കോമൺ ആക്കി പുറത്തൊക്കെ എടുത്ത് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി നമ്മൾ വീണ്ടും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് വരും. സ്ക്വയേഴ്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 പ്ലസ് 4y സ്ക്വയർ എന്നുള്ളത് കിട്ടും. നമ്മളതിനൊന്നും കൂടെ ഭയങ്കരമായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 എന്നാണ് കിട്ടുക. ഇനി ഇതിനൊന്ന് നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. നമ്മൾ എല്ലാത്തിനെയും ത്രൂ ഔട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷനാണ്? എലിപ്സിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ എക്സും വൈയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിരിക്കും നമ്മളുടെ സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എലിപ്സുമ കിടക്കുന്ന പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find locus of points set satisfying the condition 0 less than imaginary part of 1 by z less than 1. നമ്മളുടെ അപ്പോൾ നമുക്കിവിടെ സെഡ് എന്ന് പറയുന്നത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇനി റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാലോ 1 ബൈ സെഡ് ഈക്വൽ ടു 1 ബൈ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളത് വരും. നമ്മളിനി കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് വരും. ഇനി ഇതിൻ്റെ ഇമാജിനറി പാർട്ട് എന്താണ്? -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, 0 ലെസ് ദാൻ ഇമാജിനറി പാർട്ട് ഓഫ് 1 ബൈ സെഡ് എന്ന് ആണല്ലോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? 0 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 0 ലെസ് ദാൻ ഇമാജിനറി പാർട്ട് ഓഫ് 1 ബൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് -y എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. അതായത് y ലെസ് ദാൻ 0 എന്ന് കിട്ടും. ഇനി ആ പ്രൂവ് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻഇക്വാളിറ്റിയുടെ റൈറ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0 ലെസ് ദാൻ മോഡുലസ് 0 ലെസ് ദാൻ ഇമാജിനറി പാർട്ട് ഓഫ് 1 ബൈ സെഡ് കൺസിഡർ ചെയ്ത് ഇനി നെക്സ്റ്റ് പാർട്ട് ഇമാജിനറി പാർട്ട് ഓഫ് 1 ബൈ സെഡ് ലെസ് ദാൻ 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 വരും. അതിനൊന്ന് നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 0 കിട്ടും. അതായത് y ലെസ് ദാൻ 0യും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 0യും ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിരിക്കും ആ റീജിയൻ്റെ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ കോംപ്ലെക്സ് നമ്പേഴ്സ് Z1, Z2, Z3 are the vertices of an equilateral triangle,
Then prove that Z1 square plus Z2 square plus Z3 square is equal to Z1 Z2 plus Z2 Z3 plus Z3 Z1. Z1ഉം Z2ഉം Z3യും ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണെങ്കിൽ തന്നിരിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. Z1 Z2 Z3 ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആയ കാരണം എല്ലാ സൈഡ്സ് ഈക്വൽ ആണല്ലേ. അതായത് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് Z3 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z3 മൈനസ് Z1. എല്ലാ സൈഡ്സും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z2 മൈനസ് Z3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z3 മൈനസ് Z1 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z2 മൈനസ് Z3 ഹോൾ സ്ക്വയർ ആണ്. ഇനി നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയറിനെയും എങ്ങനെ എഴുതി? Z1 മൈനസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2 ഹോൾ കോൺജുഗേറ്റ് ആണ്. അതായത് Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ്. അത് തന്നെ റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് Z2 മൈനസ് Z3 ഇൻറ്റു Z2 കോൺജുഗേറ്റ് മൈനസ് Z3 കോൺജുഗേറ്റ് എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കിട്ടും. x1 മൈനസ് x2 ഹോൾ ഡിവൈഡഡ് ബൈ Z2 കോൺജുഗേറ്റ് മൈനസ് Z3 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു Z2 മൈനസ് Z3 ബൈ Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ്. നോക്കാം, നമുക്ക് A ബൈ B ഈക്വൽ ടു C ബൈ D ആണെങ്കിൽ നമുക്ക് അത് is equal to A plus C by B plus D ആയിരിക്കും. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് A ബൈ ബി ഈക്വൽ ടു C ബൈ ഡി ആണെങ്കിൽ അത് A പ്ലസ് C ബൈ B ബൈ ഡിയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് Z1 മൈനസ് Z2 ബൈ Z2 കോൺജുഗേറ്റ് മൈനസ് Z3 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു Z3 മൈനസ് Z3 ബൈ Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞ ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Z1 plus Z2 plus Z2 minus Z3 whole divided by Z2 conjugate minus Z3 conjugate plus Z1 conjugate minus Z2 conjugate എന്നുള്ളത് വരും. That will be equal to Z1 minus Z3 by Z1 conjugate minus Z3 conjugate എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇതാണ്. Z2 മൈനസ് Z3ൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു Z3 മൈനസ് Z1 ഹോൾ സ്ക്വയർ. നമ്മൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് Z2 മൈനസ് Z3 ഇൻറ്റു Z2 കോൺജുഗേറ്റ് മൈനസ് Z3 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു Z3 മൈനസ് Z1 ഇൻറ്റു Z3 കോൺജുഗേറ്റ് മൈനസ് Z1 കോൺജുഗേറ്റ് കിട്ടി. ഇനി ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, സെക്കൻഡ് ഇക്വേഷൻ. ആ ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെയാണ്. Z1 മൈനസ് Z2 ഇൻറ്റു Z2 മൈനസ് Z3 ഇസ് ഈക്വൽ ടു Z1 മൈനസ് Z3 ഇൻറ്റു Z1 മൈനസ് Z3. കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി ഫൈനലി നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇനി റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യാം? ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെയാവും കിട്ടുന്നുണ്ടാവുക. Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് Z3 സ്ക്വയർ ഇസ് ഈക്വൽ ടു Z1 Z2 പ്ലസ് Z2 Z3 പ്ലസ് Z1 Z3. ഇതാണ് നമുക്ക് റിക്വയർഡ് പ്രൂഫ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ അപ്പർ ബൗണ്ട് ഓഫ് മോഡുലസ് ഓഫ് -1 ഡിവൈഡഡ് ബൈ Z റേസ് ടു 4 മൈനസ് 5Z പ്ലസ് 1 if മോഡുലസ് ഓഫ് Z ഇസ് ഈക്വൽ ടു 2. മോഡ് Z ഈക്വൽ ടു 2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് -1 ബൈ Z റേസ് ടു 4 മൈനസ് 5Z പ്ലസ് 1ൻ്റെ അപ്പർ ബൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പർ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് -1 ബൈ Z റേസ് ടു 4 മൈനസ് 5Z പ്ലസ് 1 എന്ന് പറയുന്നത് 1 ബൈ മോഡുലസ് ഓഫ് Z റേസ് ടു 4 മൈനസ് 5Z പ്ലസ് 1 മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. അങ്ങനത്തെ ഒരു M ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യാം കേട്ടോ. മോഡുലസ് ഓഫ് Z റേസ് ടു 4 മൈനസ് 5Z പ്ലസ് 1 ഇസ് ഈക്വൽ ടു, നമുക്കിതിനെ എങ്ങനെ എഴുതാം? Z റേസ് ടു 4 മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 5Z മൈനസ് 1 എന്ന് എഴുതാം. ഇനി നമ്മളുടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z റേസ് ടു 4 മൈനസ് മോഡുലസ് ഓഫ് 5Z മൈനസ് 1 എന്നുള്ളത് കിട്ടും.
ഇനി മോഡുലസ് ഓഫ് 5z മൈനസ് 1 കൺസിഡർ ചെയ്യാം. Modulus of 5z minus 1 is less than or equal to modulus of 5z plus modulus of minus 1 ആണ്. അതായത് which is equal to modulus of 5 into mod z plus 1 ആണ്. mod z equal to 2 ആണ് നമുക്കറിയാലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മോഡുലസ് ഓഫ് z raised to 4 മൈനസ് 5z plus 1 എന്ന് പറയുന്നത് അതിൽ നമ്മൾ മോഡ് z എന്ന് പറയുന്നത് 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് z raised to 4 മൈനസ് 5z plus 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളത് വരും. നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാലോ 1 ബൈ മോഡുലസ് ഓഫ് z raised to 4 മൈനസ് 5z plus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 5 എന്നുള്ളത് കിട്ടും. അതായത് ആ തന്നിരിക്കുന്ന നമ്മളുടെ ഫംഗ്ഷൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 1 ബൈ 5 ആണ്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫൊക്കെ പേരുള്ളതൊക്കെ നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും നോക്കി വയ്ക്കുക.